സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം രൂക്ഷമായി തുടരുന്നു. കരുനാഗപ്പള്ളി തഴവ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സമീപ പഞ്ചായത്തുകളിലും തെരുവുനായ ശല്യം രൂക്ഷമായതോടെ പൊതുജനങ്ങൾ ഭീതിയിലാണ്. സംസ്ഥാനത്തുടനീളം തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്നു. പൊതുയിടങ്ങളിലെല്ലാം തെരുവുനായകൾ കൈയടക്കിയിരിക്കുന്ന സ്ഥിതിയാണ്. കുട്ടികളെയും മറ്റും തനിച്ചുവിടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിട്ടും ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ നടപടിയെടുക്കാത്തതിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരെയാണ് പട്ടി കടിച്ചത്. കടിച്ചതെന്ന് മാത്രമല്ല, അത് ഗുരുതരമായ കടിയുമായിരുന്നു. വാക്സിൻ എടുത്താൽ പോലും പേ വിഷബാധ തടയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ABC എന്ന് പറയുന്ന പ്രോഗ്രാം വിജയം കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അടിയന്തരമായി പട്ടിയെയും ക്രൂരമൃഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഇതിനെ കൊന്നൊടുക്കി ഈ പേ വിഷബാധയിൽ നിന്ന് കുഞ്ഞുങ്ങളെയും നാട്ടുകാരെയും രക്ഷിക്കണം. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിലുടനീളം തെരുവുനായ ശല്യത്തിൽ പേവിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയവരും പരിക്കേറ്റവരുടെ എണ്ണവും ഏറെയാണ്. കരുനാഗപ്പള്ളി തഴവ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സമീപ പഞ്ചായത്തുകളും കുതിരപ്പന്തി, മുല്ലശ്ശേരിമുക്ക്, AVHS, അമ്പലമുക്ക്, അഴേകാവ് ഭാഗം, മണപ്പള്ളി, കാളിയൻചന്ത, ചിറക്കൽ ക്ഷേത്ര സമീപത്തും എല്ലാം തെരുവുനായ ശല്യം രൂക്ഷമായതോടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ നാടിന് ഇന്ന് ഏറ്റവും വലിയ വിപത്തായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് സമൂഹത്തിന് പട്ടിശല്യം. മൃഗങ്ങളെ കൊണ്ടുള്ള നമ്മുടെ ശല്യം, താറാവിനെ അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ഉടനെ ഓർഡർ ഇടും അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കോഴിയായാലും ശരി. പക്ഷേ ഇന്ന് നാട്ടിലെ കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം ചെയ്യാൻ LP സ്കൂളുകളിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ UP സ്കൂളുകളിലേക്ക് നടന്നോ സൈക്കിളിലോ പോകാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അതിരാവിലെ വ്യായാമം എന്നുള്ള രീതിയിൽ നടക്കാനിറങ്ങുന്ന വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ആൾക്കാർ, അവരെ ഓടിച്ചിട്ട് പട്ടി കടിക്കുന്ന ഒരവസ്ഥ. നാളിത്രയുമായിട്ടും ഇത്രയും വലിയ രൂക്ഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടും പഞ്ചായത്തിൻ്റെ അധികൃതർ അന്ധത പാലിക്കുകയാണ്. പല പഞ്ചായത്തുകളിലും 8ഉം 10ഉം പഞ്ചായത്തുകൾ ചേർന്നിട്ട് ABC എന്നൊരു പ്രോജക്റ്റ് തയ്യാറാക്കാമെന്ന് പറയുന്നതല്ലാതെ അത് നാളിതുവരെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പകൽ സമയങ്ങളിൽ റോഡിൽ കൂടി ആട്ടിൻപറ്റങ്ങൾ പോകുന്നത് പോലെ നടന്നു പോകുമെങ്കിലും നേരം വൈകുന്നേരത്തോടെ ഇരുചക്രവാഹനക്കാർക്കും മറ്റും മുല്ലശ്ശേരി വടക്കോട്ടുള്ള റോഡിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. വൈകുന്നേരമായാൽ തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. അക്രമകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളെ കൊല്ലുവാനുള്ള പൂർണ്ണമായ അധികാരം പഞ്ചായത്തുകൾക്ക് നൽകുന്നതിന് വേണ്ട നിയമഭേദഗതി വരുന്നു. അത്തരത്തിൽ നിയമഭേദഗതിയാണ് ഇപ്പോൾ ആവശ്യം. കാരണം കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത തരത്തിൽ ഈ തെരുവുനായ്ക്കൾ അക്രമകാരികളായിക്കൊണ്ടിരിക്കുകയാണ്. അക്രമകാരികളല്ലാത്ത തെരുവുനായ്ക്കളുണ്ട്. കേന്ദ്ര നിയമം നിലനിൽക്കുന്നതിനാൽ നായ്ക്കളെ പിടിക്കുവാനും കൊല്ലുവാനും കഴിയില്ലെന്നാണ് ഗ്രാമപഞ്ചായത്തുകൾ പറയുന്നത്. തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കേരളത്തിൽ പക്ഷിമൃഗാദികൾക്ക് കിട്ടുന്ന ഒരു പരിഗണന പോലും മനുഷ്യർക്ക് ഇല്ലാതാകും എന്നുള്ളതിന് സംശയമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.